ദാണ്ടെ ഞാൻ നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം. എന്താ? എന്ത് മരുന്ന്? അത് ഉടുപ്പാൻകുളങ്ങരയിൽ ഒരു മനയുണ്ട്. പ്രശസ്തമായ ഒരു വളഞ്ഞ പുളിമന. വലിഞ്ഞു കുളിഞ്ഞ മന? അതെ, ആ മനയ്ക്ക് അങ്ങനെയാ പേര്. ആ മനയിലെ തിരുമേനിമാരെല്ലാം ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞാ ഇരിക്കുന്നത്. അതിലൊരു തിരുമേനിയുണ്ട്, ശൂലപാണി നമ്പൂതിരി. അയാളടുത്ത് രാധമ്മയെ കൊണ്ടു ചെന്നാ മതി, 40 ദിവസം ഒരു നെല്ലിക്കാത്തളം, രോഗം മാറി കിട്ടും. ഓ, നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഓ, ഞാൻ പോയി ചികിത്സിച്ചിട്ടുള്ളതാ അവിടെ. അതെ, എന്റെ അമ്മയ്ക്ക് നെല്ലിക്കത്തളം ഒന്നും വേണ്ട. അളിയന്റെ അമ്മ പറഞ്ഞാ മതി, ഞാൻ ഊളം പാറയ്ക്ക് കൊണ്ടുപോവാ. അല്ലാതെ കഴിഞ്ഞതെല്ലാം ഓർത്തിരുന്നാ പിന്നെ അതിന് നേരം ഉണ്ടാവൂ. തെറ്റെന്റെ ഭാഗത്തുണ്ടടി. എല്ലാ കാര്യത്തിലും നമ്മൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ തെറ്റിച്ചു. സരസ്വതി മാഡം എന്ന് പറഞ്ഞപ്പോ രാജുവിനെ ഋതുമോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തില്ലേ? അല്ല, ഞാൻ ചെയ്തത് തെറ്റല്ലേ? വാക്ക് കൊടുത്തതും പോരാഞ്ഞിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതുമില്ല, നീയും തുറന്നു പറഞ്ഞില്ല. അതാ പറ്റിയ. അതെ, എന്തും പരസ്പരം തുറന്നു പറയുന്ന നമ്മൾ രണ്ടുപേരും ഇക്കാര്യം പറയാതിരുന്നു. അതാ കുഴപ്പമായത് വേണുവേട്ടാ. എടീ, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണം. അത് മറച്ചു വെച്ച ഇതുപോലുള്ള പ്രതിസന്ധികളിൽ ചെന്നപ്പെടും. എന്നാലും ഋതുമോളോട് ഞാൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തന്നെ വരുന്നു. ആ കൊച്ചു മനസ്സിൽ ഒന്നും സൂക്ഷിക്കുന്നവളല്ല, പഞ്ചപാവ. സ്വന്തം അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലവള്. അതുപോലെ തന്നെയാടി ഞാനും. നീ പിണങ്ങി നടക്കുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ കൊല്ലുന്നതിന് തുല്യ. ഒരപേക്ഷയെ എനിക്ക് നിന്നോടുള്ളൂ. ഈ കുടുംബത്തിനൊരു താളമുണ്ട്. ഞാനും നീയും ഒരേ മനസ്സും രണ്ട് ശരീരമായി നിൽക്കുമ്പോഴാ കുടുംബത്തിൽ സമാധാനം. അത് നമ്മളായിട്ട് കളയരുത്. ഇല്ല വേണുവേട്ടാ. എന്താ ഇത്? എന്റെ പിറന്നാൾ സമ്മാനമായത്. വേണുവേട്ടൻ ഇത് രാജുവിന് കൊടുക്കണം. അത് വേണ്ട, സമ്മാനം നീ നേരിട്ട് കൊടുത്താ മതി. അപ്പോഴവന് സന്തോഷാവാ. അത് വേണ്ട വേണുവേട്ടാ, നമ്മൾ അമ്പലത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ലേ വന്നത്. ഞാൻ രാജുവായിട്ട് മിണ്ടുന്നത് ആ ജയന്റെ അമ്മയെങ്കിലും കണ്ടാലോ? ഇത് തന്നേക്ക്. ശരി മോളെ. അല്ല, ഒരു വലിയ വഴക്ക് കഴിഞ്ഞ ലക്ഷണമുണ്ടല്ലോ. അതെങ്ങനെ മനസ്സിലായി? അതിന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഈ രാധമ്മയുടെ മോന്ത കണ്ടാ പോരെ? പടവലാതി കഷായം കുടിച്ചതുപോലല്ലയോ മോന്ത ഇരിക്കുന്നത്. ഓ, നിങ്ങക്ക് വൈദ്യം അറിയാല്ലേ? പിന്നെ ഇവർക്ക് അറിയാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ദാണ്ടെ, എന്റെ അച്ഛൻ ഒന്നാം തരം ഒരു വൈദ്യരായിരുന്നു. തുമ്പക്കുടത്തിൽ അമ്പി വൈദ്യര്. അമ്പി വൈദ്യര്? അതെ അതെ, ഈ അമ്പി വൈദ്യരപ്പനെ ഞാനും കണ്ടിട്ടുണ്ട്. അയാൾ ആർക്കൊക്കെ കഷായം കൊടുക്കുന്നു, ആരെ ചികിത്സിക്കുന്നു, അവരൊക്കെ മൂന്നാം പക്കം തട്ടിപ്പോകും.
ഒടുവിൽ പോലീസ് കൊണ്ടുപോയി. ജയിലിൽ കിടന്ന ചത്തത്. അല്ല അതെന്തിനാ? ഈ വിപ്ലവാരിഷ്ടം എന്ന പേരിലെ ചാരായ മാറ്റിയെന്ന്. അപ്പൊ ഇവരുടെ തന്ത ഒരു ഒന്നാന്തരം പാറ്റുകാരനായിരുന്നു. അല്ല നിങ്ങൾ എവിടെ പോകുന്നിപ്പം? കൃതികയോടാ ഞാൻ ചോദിച്ചത്. കൃതികയെന്നും അവന്തികയെന്നും ഒന്നും അല്ല പേര്. ഋതു, ഋതിക. ആ എന്റെ നാക്കൊക്കെ ഉടക്കും. ഒരുമാതിരി പേരിട്ട് വെച്ചിരിക്കുന്നു, കൃതിക. വല്ല ശാന്തയെന്നാ ലതികയെന്നാ അങ്ങനും പേരിട്ടാ പോരായിരുന്ന. ഈ വക കോടാലിയോടൊക്കെ എന്ത് പറയാനാ? വല്യമ്മേ, ഇന്ന് രാജുവിന്റെ പിറന്നാളല്ലേ? ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോവാ. അയ്യടാ, മന്ത്രി സാറ് ക്ഷണിച്ചപ്പോ എല്ലാരും കൂടെ ചെല്ലാനല്ലേ പറഞ്ഞത്? അല്ലേ പിന്നെന്തിനാ കുറ്റിയടിച്ചതുപോലെ നിൽക്കുന്നത്? നമുക്ക് പോവാം. ചെല്ല്. ലോകം മുഴുവൻ നടന്ന് എന്നെ നാട്ടിക്ക്. എനിക്ക് പോണം. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് എനിക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. വിദ്യാഭ്യാസ മന്ത്രി ശരിക്കും പറയാൻ പോലും അവർക്ക് അറിയില്ല. അവരൊരു ഡിസ്കഷൻ. എനിക്ക് പോണമെന്നല്ലേ പറഞ്ഞത്? ഇവിടുത്തെ തൽക്കാലം അവരെ പോകുന്നുള്ളൂ, മറ്റാരും പോകുന്നില്ല. ഓ, മേൽക്കോടതി വിധി വന്ന്. ഓ, ഇനിയിപ്പൊ ചിമുങ്ങാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ശരി, കൃതിക പോണതിനു മുമ്പ് എന്റെ തുണികളെല്ലാം കഴുകിയിട്ടിട്ട് പോയാ മതി. നിങ്ങളുടെ തുണി കഴുകലൊന്നും അല്ല എന്റെ ഭാര്യയുടെ ജോലി.